ഹായ് ഹലോ വെൽക്കം ടു ഫാമിലി ടൈൽസ്. അപ്പോൾ ഫാമിലി ടൈൽസിൻ്റെ ഇന്നത്തെ വീഡിയോ അരവിന്ദ വിദ്യാനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ 25ാം വാർഷികാഘോഷത്തിൻ്റെ പരിപാടികളാണ്. 2025 ഫെബ്രുവരി 8 ശനിയാഴ്ചയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരെയും ഈ വീഡിയോയിലേക്ക് ക്ഷണിക്കുന്നു. സ്കിപ്പ് ചെയ്യാതെ കാണുക. എല്ലാ പരിപാടികളും ഞാൻ ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാണണം. बुद्धि विनाशाय आत्मज्योतिर्नमोऽस्तुते आत्मज्योति प्रदीप्ताय ज्योतिर्नमोऽस्तुते ब्रह्मज्योति प्रदीप्ताय Thank you so much. माधव प्रणाम 1 2 3 या कुंदेन्दु तुषार हार धवला या कुंदेन्दु तुषार हार धवला या शुभ्रवस्त्रावृता या वीणावरदण्डमण्डितकरा या श्वेतपद्मासना या ब्रह्माच्युतशङ्करा അവർക്കിവിടെ എത്താൻ പറ്റിയിട്ടില്ല. അവർക്ക് ചില സാങ്കേതിക കാരണങ്ങൾ നേരം ഒഴുകുമെന്ന് അറിയിച്ചിരുന്നു. അവരെയും ഈ സമയത്തിൽ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ശ്രീ പരമേശ്വരേട്ടൻ ഭാരതീയ പഞ്ചായത്തിൻ്റെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ്, ജില്ലാ എഡ്യൂക്കേഷൻ ഓഫീസറായിട്ട് DU ആയിട്ട് റിട്ടയർ ചെയ്ത് ഇപ്പോൾ നമ്മുടെ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് പദം അലങ്കരിക്കുന്ന ശ്രീമതി പൊന്നമ്മ ടീച്ചർ അവർ, നമ്മുടെ ഈ പരിപാടിക്ക് മുഖ്യ പ്രഭാഷണം നടത്താൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള ശ്രീ രവീന്ദ്രനാഥ് കരുവാരക്കുണ്ട് രവിയേട്ടൻ, വിദ്യാനികേതൻ്റെ ബൃഹത്തായ സന്ദേശം ചെറിയ വാക്കുകളിൽ നിങ്ങളോടൊന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് നമ്മുടെ വിദ്യാനികേതൻ്റെ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശ്രീ ഉണ്ണികൃഷ്ണൻ സംസാരിക്കാൻ വേണ്ടി നിയുക്തരായിട്ടുള്ള ആളുകളുണ്ട്. ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. ഈ പരിപാടിക്ക് എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദിയും സ്നേഹവും നമസ്കാരവും അറിയിച്ചുകൊണ്ട്, പ്രിയപ്പെട്ടവരെ, സാസിലുള്ള പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, ഈ വിദ്യാലയത്തിലെ അധ്യാപകരെ, കിതപ്പിന്റെയും കഥകൾ ഉണ്ടാവാം, നേട്ടങ്ങളുടെയും പ്രതിസന്ധി ഘട്ടങ്ങളുടെയും കഥകൾ ഉണ്ടാകാം. എന്നിരുന്നാലും ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ, ആയിരക്കണക്കിന് വ്യക്തിത്വങ്ങളെ ഉയരത്തിലെത്തുവാൻ കഴിഞ്ഞ ചാരിതാർത്ഥ്യവും ഈ സ്ഥാപനത്തിനുണ്ട്. നേട്ടങ്ങൾ കൊയ്യുവാൻ നമ്മൾ പരിശ്രമിച്ചപ്പോൾ അഭിമാനത്തോടെ അന്തസ്സോടെ നമ്മളോടൊപ്പം നിന്നിരുന്ന അധ്യാപകരുണ്ട് ഈ സ്ഥാപനത്തിൽ. അവർക്ക് പിന്തുണയായിട്ട് നമ്മളോടൊപ്പം PTIയും SMCയും ഉണ്ട്. അതോടൊപ്പം ഈ സ്ഥാപനത്തിലെ കുഞ്ഞുങ്ങളുടെ രക്ഷിതാക്കളുമുണ്ട്. വാടക കെട്ടിടത്തിലാണ് വിദ്യാലയം പ്രവർത്തനം ആരംഭിച്ചത്. 2010 വരെ വിവിധ സ്ഥലങ്ങളിൽ ബാലാരിഷ്ടതകളിലൂടെ നടന്ന് 2011 ഓഗസ്റ്റിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന നീലാംകുറിശി അയ്യപ്പ ക്ഷേത്രത്തോട് ചേർന്ന് സ്വന്തം കെട്ടിടത്തിലേക്ക് പ്രവർത്തനം ആരംഭിച്ചു. 2017 മുതൽ NIOSന്റെ കീഴിൽ 7ാം ക്ലാസ് വരെ പ്രവർത്തിക്കുവാനുള്ള അംഗീകാരം അരവിന്ദ വിദ്യാലയത്തിന് ലഭിച്ചു. അതുകൊണ്ട് തന്നെ NCERT സിലബസിന് പുറമെ ചതുർഭാഷാ പഠനവും വിദ്യാനികേതന്റെ മാത്രം മുഖമുദ്രയായ ശാരീരിക, യോഗ, സംഗീതം, സംസ്കൃതം,
നൈതികം എന്നീ 5 ജീവിത മൂല്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള വിദ്യാഭ്യാസമാണ് നമ്മുടെ വിദ്യാലയത്തിൽ നൽകുന്നത്. 52 ആൺകുട്ടികളും 38 പെൺകുട്ടികളുമായി മൊത്തം 90 കുട്ടികളാണ് ഇവിടെ അധ്യയനം നടത്തുന്നത്. ഗുരുപൂർണിമ, രാമായണ മാസം, രക്ഷാബന്ധൻ എന്നിവയെല്ലാം ഗംഭീരമായി നടത്തി. ഓണം സാമൂഹിക സമരസതയായി നടത്താനും സാധിച്ചു. നവരാത്രിയോടനുബന്ധിച്ച് പുസ്തക പൂജ, സരസ്വതി അഷ്ടോത്തരി, വിദ്യാഗോപാല മന്ത്രാർച്ചന എന്നിവയും നടത്തി. തിരുവാതിര മാതൃദിനാഘോഷത്തിന്റെ ഭാഗമായി അമ്മമാരുടെ നേതൃത്വത്തിൽ അഗ്നിഹോത്രം, പ്രാർത്ഥന, തിരുവാതിര കളി എന്നിവയും കുട്ടികൾ മാതൃപൂജയും നടത്തി. 5ാം വാർഷികം ആഘോഷിക്കുമ്പോൾ വിളിച്ചപ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് വന്നത്. അതുകൊണ്ട് ഒരു മുഖ്യ പ്രഭാഷണമൊന്നുമില്ല. ഞാനൊരു സംഭവം പറയാം. വിദ്യാനികേതനെ കുറിച്ച് കേൾക്കുന്നവരും പറയുന്നവരും ഒരേ ചരടാകും. അയ്യപ്പ പണിക്കരുടെ വരികളാണ്. കുട്ടികൾക്ക് കഥകൾ പറഞ്ഞു കൊടുക്കണം. ഇവിടെ കുട്ടികൾ പ്രാർത്ഥിച്ചു. ലവ, കുശ, ധ്രുവ, പ്രഹ്ലാദ്, വനേഹം, സീതാ, സാവിത്രി, ദുർഗ. ലവന്റെയും കുശന്റെയും ധ്രുവന്റെയും പ്രഹ്ലാദന്റെയും രാമന്റെയും കൃഷ്ണന്റെയും ബുദ്ധന്റെയും പൃഥ്വിരാജിന്റെയും ശിവജിയുടെയും തിലകന്റെയും പട്ടേലിന്റെയും APJ അബ്ദുൽ കലാമിന്റെ എല്ലാം കഥകൾ പറഞ്ഞു കൊടുക്കണം. അതോടൊപ്പം നിങ്ങൾ നിർബന്ധമായും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ആളുടെ കഥയാണ് തോമസ് ആൽവ എഡിസന്റെ കഥ. ഒരു കാരണം നാളെ വഴിയോരത്തോ റെയിൽവേ സ്റ്റേഷനിലോ ക്ഷേത്രങ്ങളിലോ നടത്തുന്ന മക്കളെ സൃഷ്ടിക്കാതിരിക്കുക, ആ വിദ്യാഭ്യാസം മക്കൾക്ക് നൽകാതിരിക്കുക. അതായിരിക്കണം നമ്മുടെ ചിന്ത. മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥിദേവോ ഭവ. ഈ രീതിയിൽ നമ്മളെ പഠിപ്പിക്കുന്ന ഭാരതീയ വിദ്യാനികേതന്റെ വിദ്യാഭ്യാസ രീതി പിന്തുടരുക. അതിനുവേണ്ടിയാവട്ടെ നമ്മുടെ ശ്രമവും, അതിനുവേണ്ടിയാവട്ടെ നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസവും എല്ലാം. അല്ലാത്ത ഒരു രീതി നമ്മൾ പിന്തുടർന്നാൽ നാളെ നമ്മൾ അനാഥരാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള വിശ്വാസത്തോടെ നാം തുടങ്ങാൻ പോവുകയാണ്. A very warm welcome to all the Jubilee ആഘോഷത്തിലാണ് നാം എല്ലാവരും. ഇപ്പോൾ ഈശ്വര പ്രാർത്ഥനയ്ക്ക് വേണ്ടി എല്ലാവരെയും തൊഴു കൈകളോടുകൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. Please be stand up for the prayer. ദീപജ്യോതി പരം ജ്യോതി, ദീപജ്യോതി പരം ജ്യോതി, ദീപജ്യോതിർജനാർദ്ദന, ദീപോ ഹരതു മേ പാപം, ദീപജ്യോതിർനമോസ്തുതേ. ശുഭം കരോതു കല്യാണം, ആരോഗ്യം സുഖസമ്പദാ, വേഷബുദ്ധി വിനാശായ, ആത്മജ്യോതിർനമോസ്തുതേ. ആത്മജ്യോതി പ്രദീപ്തായ, ബ്രഹ്മജ്യോതിർനമോസ്തുതേ. ബ്രഹ്മജ്യോതി പ്രദീപ്തായ, ഗുരുർജ്യോതിർനമോസ്തുതേ. ദ്വാദശോऽധ്യായः भक्तियोगः. अर्जुन उवाच एवं सततयुक्ता ये भक्तास्त्वां पर्युपासते, ये चाप्यक्षरमव्यक्तं तेषां के योगवित्तमाः. श्रीभगवानुवाच मय्यावेश्य मनो ये मां नित्ययुक्ता उपासते, श्रद्धया परयोपेता ते मे युक्ततमा मताः.
ये त्वक्षरमनिर्देश्यम् अव्यक्तं पर्युपासते सर्वत्र गमचिन्त्यं च कूटस्थमचलं ध्रुवं सन्नियम्येन्द्रियग्रामं सर्वत्र समबुद्धयः ते प्राप्नुवन्ति मामेव सर्वभूतहिते रताः. ചന്ദനക്കിന്നും വന്നു വിളിച്ചൂലേ അമ്മാവനും വന്നു വിളിച്ചൂലേ അമ്മേ 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 നമ്മുടെ അമ്മിനി അമ്മാവനപ്പം വരും അമ്മിനി താഴെ കുഞ്ഞിൻ്റെ കൂടെ അത്താഴം നാനെപ്പം വരും അത്താഴം നാനെപ്പം വരും അമ്പലപ്പായും വേണ്ടല്ലോ. നമസ്തേ. കുഞ്ചിയ മക്കളാണ്. നല്ല കുട്ടിയല്ലേ ക്ലാസ്സിൽ നിന്ന് ചൊല്ലണ പോലെ ചൊല്ലിയാൽ ചൊല്ലി നമസ്തേ പിടിക്കാനല്ലേ ചൊല്ലി ഏട്ടന്മാരല്ല അതിനേഷൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ ചൊല്ലും അവിടെ നിൽക്കുക നമുക്ക് ചൊല്ലു അടുത്ത ചൊല്ലു ചൊല്ലു തന്നെ ഞാനേ ആരാരോ ആട്ടുതൊട്ടിൻ കൂട്ടിനുള്ളിൽ കൺമണിയേ ചിപ്പിയുള്ളിൽ മുത്തുപോലെ നിൻ പൊന്മകളെ എന്നുമെന്നും കിന്നരിക്കാം ഓമനിക്കാം ചക്കരപ്പൻ നെറ്റിയിലോ പൊട്ടുതൊടാ നീ പകരും പുഞ്ചിരികൾ കണ്ടു നിന്നാൽ നൂറഴക് നീ പിടഞ്ഞാൽ എന്നുയിരിൽ കൂരിരുള് വിങ്ങും നെഞ്ചുടുക്കിൽ തിരയാൻ താളമില്ല നിന്നെ ചായുറക്ക മതിയാം രാഗമില്ല ഞാനാം പൂമരത്തിൽ വളരും കുഞ്ഞുമൊട്ടെ മെല്ലെ പൂവിട് നീ വസന്തം കാത്തിരിപ്പോ. രണ്ടാമത്തെ മാനേജ് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ പഠിച്ചിട്ടുണ്ട് ഗുരു മുന്നേയെന്ന് വിളിച്ചിട്ട് നന്നായൊമ്മ ചിരിച്ചിട്ട് മണിയെടുത്തു കൊടുത്തു. ആഹാ നല്ലൊരു മിഠായി, ആഹാ നല്ലൊരു മിഠായി. മിഠായി പോലെ വെള്ള തുറന്ന് കുട്ടൻ തല കറങ്ങി കണ്ണ
കണ്ണുകൾ മൂടി പിന്നെ പഞ്ചാര വിച്ചു നടന്നു കുഞ്ചു പഞ്ചാര കുഞ്ചു എന്ന പേര് വന്നു കുഞ്ചു ഇഞ്ചി കടിച്ചു കുഞ്ചു നമസ്തേ, ഞാനിവിടെ ചൊല്ലാൻ പോകുന്നത് വിനോദ് പൂവക്കോട് രചിച്ച കാട്ടുപൂവ് എന്ന കവിതയാണ്. ചിതറിത്തിരിക്കുന്ന ചിന്തകളിലെപ്പോഴും നിന്റെ ഈ പുഞ്ചിരിയൊന്നു മാത്രം മഴവില്ലു പോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും. ചിതറിത്തിരിക്കുന്ന ചിന്തകളിലെപ്പോഴും നിന്റെ ഈ പുഞ്ചിരിയൊന്നു പൊഴിയുന്ന ഇതളുള്ള പൂജയ്ക്കെടുക്കാത്ത കാട്ടുപൂവാണു ഞാൻ. ഇഷ്ടമാണെന്നൊന്നു ചൊല്ലുവാൻ വേണ്ടി നിത്യവും നിൻ മുമ്പിലെത്തിടുമ്പോൾ ഞാൻ താനേ മറന്നൊന്നു നിന്നിടുന്നു. ഒന്നും പറയാതെ അറിയാതെ പോയിടുന്നു. ഇഷ്ടമല്ലെന്നൊരു വാക്കു നീ ചൊല്ലിയാൽ വ്യർത്ഥമായി കൊഴിഞ്ഞു പോയ രാഗം കടലിനക്കരെ ഓർമ്മകളെ നിന്നെയോർത്തു കരയുന്നു ഞാൻ. നിന്റെ ഓർമ്മകളിൽ വീണുടഞ്ഞു പിടയുന്നു ഞാൻ. ദേവതാലു പൂത്ത കാലം നീ മറന്നുവോ? അന്ന് ദേവത ചൂടിത്ത പൂ മറന്നുവോ? ദേവദൂതുമായി വന്ന എൻ്റെ രാഗമേ, ദേവലോകമെന്നെനിക്ക് നഷ്ടസ്വർഗമോ? മഞ്ഞളവിൽ മുങ്ങി നിന്ന തിങ്കളല്ലയോ? അന്ന് തമ്പുരുവിൽ തങ്ങി നിന്ന കാവ്യമല്ലയോ? കരളിനുള്ളിനോടി നിൽക്കും എൻ്റെ രാഗമേ,
crow. Once a crow was searching for food. He was very hungry. After a long search, he found a piece of bread. He picked the bread in his beak and flew into a nearby tree. The fox saw the crow with the bread. He was also very hungry. The fox flattered the crow by saying, "Crow, crow, will you please sing a song for me? You sing so well. You have a melodious voice." The crow was tricked. He felt happy and singing, "Crow, crow." Bread fell down. The fox quickly picked the bread and ran away. Thank you. Namaste. പഞ്ചതന്ത്രം കഥ പറയാൻ വന്ന പഞ്ചവൻ കാട്ടിലെ കിളിമകളെ, പഞ്ചവാടിയിലെ സീത പെണ്ണിനെ മഞ്ചലിലാട്ടി കഥ പറയൂ, മഞ്ചലിലാട്ടി കഥ പറയൂ. പഞ്ചതന്ത്രം കഥ പറയാൻ വന്ന പഞ്ചവൻ കാട്ടിലെ കിളിമകളെ, പഞ്ചവാടിയിലെ സീത പെണ്ണിനെ മഞ്ചലിലാട്ടി കഥ പാടുന്നത് സുഗതകുമാരി ടീച്ചറുടെ കാട്ടുപക്ഷി എന്ന കവിതയാണെന്ന് പാടാൻ പോകുന്നത്. ഒരു പാട്ടു പിന്നെയും പാടി നോക്കുന്നിതാ ചിറകൊടിഞ്ഞുള്ളൊരു കാട്ടുപക്ഷി, മഴുതിന്ന മാമരക്കൊമ്പിൽ തനിച്ച് നൊടിയാ ചിറകു ചെറുതലയ്ക്ക് നോവുമെന്നോർത്തു പതുക്കി അനങ്ങാതെ പാവം പണിപ്പിട്ടു പാടിടുന്നു. ഇടർമീ ഗാനമൊന്നേറ്റു പാടാങ്കൂടെ ഇനയില്ല, കൂട്ടിന് കിഴികളില്ല. പതിവ് പോൽ കൊത്തി പിരിഞ്ഞുപോൾ മേച്ചൂടിനടവെ ചുണത്തിയ കൊച്ചുമക്കൾ, ആകവയ്യാതെ വെളിച്ചവും ഗാനവും കാറ്റും മനസ്സിൽ കൊടിയിരുത്തി. വരവായൊരന്തിയിൽ കണ്ണാഴൊഴിഞ്ഞു കൊണ്ടൊരു കൊച്ചുര പോണെന്ന നേരം ഒരു പാട്ടു വീണ്ടും തെളിഞ്ഞു പാടുന്നിത ചിറകൊടിഞ്ഞുള്ളൊരു കാട്ടുപക്ഷി. ഇരുളത്തിളങ്ങുവി പാട്ടു 12 മക്കളെ പെറ്റൊരമ്മേ, നിന്റെ മക്കളിൽ ഞാനാണു ഭ്രാന്തൻ. 12 രാശിയും നീറ്റുമമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് നാഥൻ. കൊതിച്ചു ചാടിയ 2 തവളകൾ കൊണ്ടു കിണറിനരികം, കൊണ്ടു കിണറിനരികം. ദാഹനീരിനായി, ദാഹനീരിനായി. തുള്ളി വെള്ളം കണ്ടു തവളകൾ തുള്ളി തുള്ളി ചാടി, തുള്ളി തുള്ളി ചാടി. മുത്തള പറഞ്ഞു, അനിയാമുളങ്കുളിട, അനിയാമുളങ്കുളിട. ചാടാം നമുക്ക് ചാടാം, ഉള്ള വെള്ളം മുഴുവൻ സ്വന്തമാക്കാം, നമ്മുടെ സ്വന്തമാക്കാം. കൊടിയ വേനൽക്കാലം, കുളങ്ങൾ വറ്റിയ കാലം, കൊതിച്ചു ചാടി 2 തവളകൾ കൊണ്ടു കിണറിനരി വന്നു, കൊണ്ടു കിണറിനരി വന്നു. ദാഹമേനിനായി, ദാഹമേനിനായി. തുള്ളി വെള്ളം കണ്ടു തവളകൾ തുള്ളി തുള്ളി
പുതിയ വേനൽക്കാലം കാലം കുതിച്ചാടി രണ്ടു കവളകൾ അടുക്കി വന്നു ദാഗമീനായി For a wonderful performance here. They are presenting a group song. They are from LKG class. Put your hands together for this wonderful performance. This is a group song. കുഞ്ഞിക്കുരുവിക്ക് വർഷക്കാലത്ത് കൂടുകൂട്ട ഇടം തരില്ല ഞാൻ. പ്ലാവു മരമേ കുഞ്ഞിക്കുരുവിക്ക് വർഷക്കാലത്ത് കൂടുകൂട്ട ഇടം തരാമോ നീ? ഞാൻ തരില്ല കുഞ്ഞിക്കുരുവിക്ക് വർഷകാലത്ത് കൂടുകൂട്ട ഇടം തരില്ല ഞാൻ. ഓടികാലം വളവാലം നായത്തോരോനാളും വഴിഞ്ഞിടന്നിട്ടോരല്ലോ കെട്ടി അയ്യയ്യാ തരവായി അരനേരത്തേക്കായി അതിവേഗം മെല്ലു കാണിച്ചെടുത്തു അയ്യയ്യാ തരവായി ഒരു ചെറു സംഘമായി പ്രാദേശികമായ സംഭവങ്ങളോ കഥകളോ പാട്ടുരൂപത്തിൽ താളാത്മകമായി കൈകൊട്ടി പാടിയിരുന്നത്. സാധാരണ വട്ടക്കളി, ഉടുക്കയില, താളം തുടങ്ങിയ ചെറുവാദ്യോപകരണങ്ങൾ മാത്രമാണ് ഉപയോഗിച്ചിരുന്നത്. പാരമ്പര്യമായി ഉപയോഗിച്ചു വരുന്ന ചില വട്ടക്കളി ശീലുകളാണ് ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. ആലപ്പുഴ നീലിപ്പെണ്ണേ പാലപൂത്തു മണം ചിന്നിച്ചേ ഇരുന്നു കൂടാ കിടന്നു കൂടാ കാവിലമ്മ ഭഗവതിക്ക്. ആലപ്പുഴ നീലിപ്പെണ്ണേ പാലപൂത്തു മണം ചിന്നിച്ചേ ഇരുന്നു കൂടാ കിടന്നു മുയലച്ഛൻ മടി മടിയൻ മറയാമ അടി പിടികൂളി ഒരു നാളിൽ കഥ ഇത് കാട്ടി പാട്ടായി തകതിനന്തകത്തെയ്താരോ താത്തിനന്തകത്തകതിനന്തകത്തകതിനന്തകത്തെയ്താരോ താരക പെണ്ണാളെ കതിരാടും മിടിയാളെ തമ്പുരാനെത്തിടും മുമ്പേ കഴിഞ്ഞാടും കൊര പറിച്ചാട്ടെ താരക പെണ്ണാളെ പലവട്ടം തൊഴുതിട്ടും വലം വച്ചു വന്നിട്ടും മതി വരുന്നില്ലല്ലോ എന്റെ പുനത്തൈഷ മമ ജന്മ പുണ്യമേ ദർശന സൗഭാഗ്യം ലഭിച്ചിടാം. പലവട്ടം തൊഴുതിട്ടും വലം വച്ചു വന്നിട്ടും ചുറ്റും പാറി നടന്നിട്ട് ചുണ്ടിൽ
me with a smile. You teach me where the sun rises. The sun rises. കമലദളങ്ങൾ തൻ രാഗസുധാരസം കരവിഴതുമ്പിൽ നിറയുന്ന യാമം. കമലദളങ്ങൾ to deliver the presidential address. അതൊക്കെ ഞാൻ കുടിച്ചു തരുന്നു. Vigalakshmi P. Vigalakshmi P. Siddharth Pudumana. Adish VS. Atri Krishna MP. UKG student. Anugraha KP. ഇതുവരെ നിങ്ങൾ കണ്ട പരിപാടികളെല്ലാം നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിന് ശേഷം നമ്മളൊരു ഈവനിങ്ങിന് ശേഷമാണ് നമ്മളുടെ മെയിൻ പരിപാടികളൊക്കെ അരങ്ങേറിയത്. നമ്മളുടെ നൃത്താധ്യാപകൻ ചിട്ടപ്പെടുത്തിയെടുത്തിട്ടുള്ള കുട്ടികളുടെ പ്രത്യേക ഇനങ്ങളായിട്ടുള്ള കുറച്ച് പരിപാടികളുണ്ടായിരുന്നു. അതുപോലെ തന്നെ ടീച്ചേഴ്സിൻ്റെ പരിപാടി, രക്ഷിതാക്കളുടെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ ചലച്ചിത്ര ഗാനങ്ങളും മറ്റുമൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂസ് ഉള്ളത് കാരണം നമുക്കത് അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അത് പറ്റുന്ന മുറയ്ക്ക് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്.